അവന്റെ പാറ്റല്ലേ? ഇതുകൊണ്ടല്ലേ അവൻ മന്ത്രിയെ തല്ലിയേ? ഇത് നിങ്ങളുടെ റൂമിൽ നിന്ന് കിട്ടിയതാ. സത്യം പറയുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അച്ഛനാണ് അമ്മായിയാണെന്ന് നോക്കൂല, പോക്കിയെടുത്ത് പേരിക്ക് കളയും ഞാൻ. സാറേ, അവനെയും കൊണ്ട് അവളുമാര് മുങ്ങി. എങ്ങോട്ട്? ലേഡീസ് ഹോസ്റ്റലിലേക്കായിരിക്കും. സ്റ്റീഫനും കൂട്ടിനും തടയാൻ ശ്രമിച്ചതാ. അവരെ അടിച്ചിട്ടിട്ട് ഓടിക്കളഞ്ഞു. കമോൺ. മര്യാദയ്ക്ക് മാറി നിൽക്കാനാ പറഞ്ഞത്. പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലായത്. വനിതാ പോലീസ് ഇല്ലാതെ സെർച്ച് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ പെൺപിള്ളാരെ കയറി പിടിക്കാൻ വന്നതല്ല. ആഭ്യന്തരമന്ത്രിയെ തല്ലിയ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ. ഈ മേരി പൈസ് മേട്ടറായിരിക്കുന്ന ഹോസ്റ്റലായത്. ഇവിടെ എന്ത് നടക്കണമെങ്കിലും ഞാൻ അറിഞ്ഞിരിക്കണം. വനിതാ പോലീസ് ഇല്ലാതെ ഇതിനകത്ത് കയറാൻ പറ്റില്ല. ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തരുത്. അവൻ ഇതിനകത്തുണ്ട്. അവനെയും കൊണ്ടേ ഞങ്ങൾ പോവും. ഇതിനകത്ത് ആൺകുട്ടികളെ കയറ്റി ഓടിയില്ല. പിന്നെങ്ങനെ ഒളിപ്പിക്കുന്നത്? അഥവാ അങ്ങനെ ആരെങ്കിലും ഒളിപ്പിച്ച അവളുടെ കൈ ഞാൻ വെട്ടും. അതിന് നിങ്ങൾ വേണമെന്നില്ല. വിശ്വാസമെല്ലാം കയറി പരിശോധിച്ചോളൂ. പക്ഷെ വനിതാ പോലീസ് വരണം. ലേഖേ, മുറിയിലുള്ള കുട്ടികളോടെല്ലാം പുറത്തേക്ക് വരാൻ പറയൂ. യെസ് മാഡം. സർ, എന്തായി കഴിഞ്ഞോ? ഒരു വിധത്തില്. നീ നോക്കി. വലിയ കുഴപ്പമില്ല. പോലീസുകാർക്ക് റൂംസ് ഒക്കെ സെർച്ച് ചെയ്യണമെന്നാ പറയുന്നേ. ഏതായാലും വനിതാ പോലീസ് ഇല്ലാതെ അകത്ത് കയറാൻ പറ്റില്ല എന്നുള്ള എന്റെ ഐഡിയ ഏറ്റു. അതുകൊണ്ട് ഇത്രയും സമയം കിട്ടിയില്ലേ? ഞാൻ വിചാരിച്ചു കുടുങ്ങിയെന്ന്. പിന്നെ ലൈലിയോട് രാജിയോട് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ പുറകെ നിർത്തിയാ മതി. എനിക്ക് ആകെ ഒരു ടെൻഷൻ. തുടങ്ങി അവളുടെ ഒരു ടെൻഷൻ. ധൈര്യമായിട്ട് കൊണ്ടുപോടി, ഞാൻ പോണു. സിറ്റി പോലീസ് കമ്മീഷണർ ഇടിയങ്കർത്ത സാർ ഇപ്പൊ എത്തും. നിങ്ങളുടെ വകുപ്പും ന്യായമൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി. എന്റെ അമ്മോ, ഇടിയങ്കർത്ത സാറ് വേണം. എനിക്ക് വേണം. നിർത്തണം. ഏത് കർത്തവ്യം വരണമെന്ന് ഞാനും നോക്കട്ടെ. എന്തായി ഭാർഗവ, പ്രശ്നം സോൾവ് ചെയ്തോ? ഇല്ല സർ. സംശയം ഉണ്ടെന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ പേരെന്താ? ലേഖ, ജൂലി. കോളേജിലെ നേതാക്കളാണ് സർ. ഈ വരുന്ന സാർ ലേഖ. സാറാണോ കമ്മീഷണർ? നോ, ഐ ആം CI വിഘ്നേശ്വർ. സകല വിഘ്നങ്ങളും മാറ്റാൻ വേണ്ടി നാളികേരം മുടച്ച് കുമ്പിട്ട് തൊഴുന്ന വിഘ്നേശ്വര ഭഗവാനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഓ, അപ്പൊ ഗണപതിയാണല്ലേ? സൈലൻസ്. ഈ CI വിഘ്നേശ്വർ ഇറങ്ങി സകല വിഘ്നങ്ങളും മാറ്റിയ ശേഷം മാത്രമേ കർത്താ സാർ ഇറങ്ങൂ. കർത്താ സാർ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കർമ്മം ക്രിയ. വെറും ക്രിയയല്ല, കൈക്രിയ. ദാറ്റ് ഈസ് ഇടിയൻ കർത്താ സാർ. റെഡി സർ? ഞാൻ എന്ത് കർത്താൻ പറഞ്ഞു? ഇടിയൻ കർത്ത. ഒരു വെയിറ്റ് ഇരിക്കട്ടെ എന്ന് കരുതി സാർ. അനാവശ്യമായ വിശേഷണങ്ങൾ ചേർത്ത ആളുകളെ പരിചയപ്പെടുത്തിയാൽ നേരിൽ കാണുമ്പോൾ ജനങ്ങളുടെ ഇംപ്രഷൻ പോകും. അതല്ലെങ്കിലും പോകും സാർ. അത് ഞാൻ എന്റെ കോട്ട് കൊണ്ട് കവർ ചെയ്യും. താനെന്ത് ചെയ്യും? ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെ? വളരെ ഓക്കെയാണ് സാർ. സാറിന് ഇരിക്കാനുള്ള അന്തരീക്ഷം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. പീപ്പിൾ ലാക്കിംഗ് ഇന്റലിജൻസ് ഷോ ദെയർ മസിൽ പവർ. എല്ലാവരും കേട്ടല്ലോ? അതിന്റെ മീനിങ് പിന്നീട് എനിക്ക് പറഞ്ഞു തരണേ സാർ. ഓക്കേ, കം ഓൺ. കമിങ് സർ. പണ്ട് ഞാനൊരു ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയെ വളർത്തിയിരുന്നു. മെരുങ്ങാൻ സമയമായിട്ട് മെരുങ്ങാതെ അതൊരു ദിവസം എന്റെ നേരെ കുരച്ചു ചാടി. ഞാനൊരു പിസ്റ്റൾ എടുത്ത് ഡിഷിം ഡിഷിം ഡിഷിം. മെരുക്കാൻ ശ്രമിച്ചിട്ടും മെരുങ്ങാത്തവർക്ക് എന്റെ ഈ ജീവിതകഥ ഒരു പാഠമായിരിക്കട്ടെ. സാർ, ഇവിടെയെങ്കിലും വേറൊരു കഥ പറയുമെന്ന് വിചാരിച്ചു. പ്രൊസീജിയർ കോഡ് ഡിമാൻഡ്സ് വിമൻ പോലീസ് പാർട്ടിസിപ്പേഷൻ. ദുർഗ സാർ, 98 കിലോ തൂക്കവും 8.5 കുതിരശക്തിയുമുള്ള ഞങ്ങളുടെ സർക്കിളിലെ ഏക വനിതാ കോൺസ്റ്റബിൾ. നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് ഈ വസ്തു മതിയാവോ? പ്ലീസ് പ്ലീസ് മാറിക്ക്. ഗുഡ് മോർണിംഗ് കമ്മീഷണർ. ഞാൻ ഫാദർ കച്ചറത്തറ. എത്രത്തറയല്ല, കച്ചറത്തറ മൈ ഫാമിലി നെയിം. പിന്നെ ഇവരിവിടുത്തെ മേട്രനാണ് മേരി പൈൽസ്. വളരെ സ്ട്രേഞ്ച് നെയിം ഇല്ലേ സാർ? മേരി പൈൽസ്. പൈൽസ് അല്ല, പയസ് ഹസ്ബൻഡ് ആണ്. ആയിക്കോട്ടെ, മിസ്സസ് മേരി പൈൽസ്. അതായത് നമുക്ക് ഈ ഹോസ്റ്റൽ ഒന്ന് സെർച്ച് ചെയ്യണം. ആരാണ് ലേഖയും ജൂലിയും? ഞാനാ സാർ ലേഖ. ജൂലി എവിടെ? ഞാനാണ് സാർ ജൂലി. ലേഖയും ജൂലിയും എന്റെ കൂടെ വരണം. നിങ്ങളുടെ മുറി ഒന്ന് കാണണം. ഓക്കേ സർ. വിഘ്നേശ്വർ, എല്ലാ റൂംസും വിശദമായി സെർച്ച് ചെയ്യണം. ഓക്കെ, വരൂ. പോലീസ് ഫോഴ്സ് ഇവിടെ തന്നെ നിന്നാ മതി. ഈ പെൺകുട്ടികളെ പുറത്തേക്കോ അകത്തേക്കോ വിടരുത്. മേട്രൻ, യു കം വിത്ത് മീ. രണ്ടാളുടെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല സർ. ഇങ്ങനൊരു അനുഭവം ഇത് ആദ്യമായിട്ടാ. അതുകൊണ്ടാ. സത്യത്തിൽ പേടിച്ചു പോയി സർ. ഓഹോ, എന്നെ കണ്ടിട്ടാണ് ഒട്ടും പേടിക്കണ്ട. സ്നേഹിക്കാൻ കൂടി അറിയാവുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. എ ഹാർട്ട് ഫുൾ ഓഫ് ലവ്. നിങ്ങളിൽ ആരുടെ ലവറാണ് രമേശ്? പേടിക്കണ്ട. ലവ് എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു പ്ലസന്റ് ഫീലാണ്. അതിന് പ്രായഭേദമില്ല. ഐ ലൈക്ക് ഇറ്റ്. രമേശ് ഞങ്ങളുടെ ലവർ ഒന്നും അല്ല സർ. ബെസ്റ്റ് ഫ്രണ്ട്. അത്രേ ഉള്ളൂ സർ.
യുവർ ബോയ് ഫ്രണ്ട്? യെസ് സർ. എന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ടായി കണക്കാക്കാം. ഞാൻ ഇപ്പോഴും ഒരു യങ് മനസ്സുള്ള സ്റ്റുഡന്റിനെ പോലെയാ. സ്റ്റിൽ ഐ ആം എ ബാച്ചുലർ ബോയ്, യു നോ. ഈ രമേഷിന് ആരൊക്കെയുണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ എന്നാ തോന്നുന്നു. നന്ദിനി പ്രസാദ് അല്ലേ? അതെ സർ. അവരെ അറിയോ? അറിയാം സർ. അതർ റിലേറ്റീവ്സ്? അറിയില്ല സർ. ഇതിലാണ് സർ. ഓ താങ്ക് യു. ഈ ഹോസ്റ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോലീസുകാർ കയറി ഇറങ്ങുന്നത്. പോലീസുകാർ കയറി ഇറങ്ങുന്നത് ഒരു ഹോസ്റ്റലിന്റെ ഐശ്വര്യമാണ് മിസ്സിസ് മേരി പൈൽ. എല്ലായിടവും നല്ലതുപോലെ അരിച്ചു പറക്കിക്കോണം. ഒരാളെ ഒന്നുമല്ല, 5-8 ആളുകളെ ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അല്ലേ? നോ സർ, മേരി മാഡം ഭയങ്കര സ്ട്രിക്റ്റാ. അല്ലെങ്കിൽ ഒളിപ്പിച്ചേനെ അല്ലേ? സർ ഇതാണ് റൂം. ഓഹോ. എന്താ സർ? ഇവിടെ ഒരു പുരുഷഗന്ധം. ഇവിടെ തീർച്ചയായും ഒരു പുരുഷന്റെ ഗന്ധമുണ്ട്. അത് സാറ് പുരുഷനാണല്ലോ. അല്ലല്ല. അയ്യോ അല്ലേ സർ? അതല്ല, ഞാൻ മറ്റൊരു പുരുഷന്റെ ഗന്ധം എന്നാണ് ഉദ്ദേശിച്ചത്. സാറിന് തോന്നുന്നതായിരിക്കും. തോന്നുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. ഇല്ല സർ, സാറല്ലാതെ മറ്റൊരു പുരുഷൻ ഇവിടെ വന്നിട്ടേ ഇല്ല. ഞങ്ങളുടെ കസിൻസ് വന്നാൽ പോലും താഴത്തെ ഗസ്റ്റ് റൂം വിട്ട് മുകളിലേക്ക് വരാൻ മേരിമാഡ് സമ്മതിക്കില്ല സർ. ഈ റൂം വളരെ സ്പേഷ്യസ് ആണല്ലോ. ഹോസ്റ്റലിലെ എല്ലാ റൂംസും ഇതുപോലെയാണോ? അല്ല സർ, ഇത് മുത്തച്ഛനും മാനേജ്മെന്റുമായിട്ടുള്ള ധാരണയില് സ്പെഷ്യലായിട്ട് കിട്ടിയതാ. ആരുടെ മുത്തച്ഛൻ? ലേഖ ലീഡർ കെയറിന്റെ പേരക്കുട്ടിയാണ് സർ. പിന്നെ ഇവളുടെ ഡാഡിയുടെ ഡൊണേഷന്റെ ഒരു പുഷിങ്ങും കൂടി ഉണ്ട് സർ. ഓ, രണ്ടാളും ഇവിടുത്തെ വലിയ VIPs ആണല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഗോൾഡൻ ജൂബിലി ഡേ ആയതുകൊണ്ട് മേക്കപ്പിന് മറ്റേ എടുത്ത് വെച്ചതാ സർ. റേസർ? ചെറുതായിട്ട് മീശ ഉള്ള ചിലര് ഹോസ്റ്റലിലുണ്ട് സർ. അവർക്ക് ഡാൻസിനും മറ്റും മേക്കപ്പ് ചെയ്യാനായിട്ട്. ജൂലി നന്നായിട്ട് മേക്കപ്പ്. നന്നായിട്ടൊന്നുമില്ല സർ. മൂക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജാവെന്ന് പറഞ്ഞ പോലെ ആർട്സ് ക്ലബ് സെക്രട്ടറി അല്ലേ, അതുകൊണ്ട്. നാർക്കോട്ടിക് സെല്ലിൽ 3 കൊല്ലം പയറ്റിത്തെളിഞ്ഞ് എന്നോട് കള്ളം പറയണ്ട. ട്രിവാൻഡ്രം എയർപോർട്ടിൽ 5 കോടിയുടെ ബ്രൗൺ ഷുഗറുമായി എത്തിയ മുഹമ്മദ് അൻസാരിയെ വെറും സ്മെല്ല് കൊണ്ട് കണ്ടുപിടിച്ച് കസ്റ്റഡിയിലെടുത്തവനാ ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ പോലീസ് നായയുടെ ആവശ്യമില്ലെന്ന ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ പേരും പറയുന്നത്. ഐ ഹാവ് മൈ ഓൺ സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, യു നോ. ഐ ആം ടു ഇന്റലിജന്റ്. ഇനി പറയൂ, രമേശിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ സർ. പറഞ്ഞില്ലല്ലോ. രമേശിനെ ഞങ്ങൾ എന്തിനാ സർ ഒളിപ്പിക്കുന്നേ? ഗസ്, ഇതാരെഴുതിയതാ? ഇവളുടെ പണിയാ. മനസ്സിൽ എന്തെങ്കിലും തോന്നിയാ എവിടെയാന്നൊന്നും നോക്കില്ല, കുത്തി വരയ്ക്കും. അതാ സ്വഭാവം. യെസ്, ഗസ്. നിങ്ങൾ എന്തിന് രമേശിനെ വിളിപ്പിക്കണം? സ്റ്റെഫി ഗ്രാഫ്, സാനിയ മിർസ നിങ്ങളുടെ ഫേവറേറ്റ്സ് ആണോ? അതെ സർ. ക്രിക്കറ്റ് കളിയൊക്കെ ഇഷ്ടമാണോ? അതെ. രമേശ് നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണല്ലേ? അതെ സർ. നിങ്ങൾക്ക് അവരോട് ആരാധനയാണല്ലേ? ഇല്ല സർ. ആരാധന മൂത്തൊരു ക്രിമിനലിനെ ഒളിപ്പിച്ചാലുള്ള അവസ്ഥ അറിയാലോ. എന്താ സർ? കോബ്ര. കണ്ട പങ്കായത്തിന് അടിച്ച പോലത്തെ പാട് കണ്ട. ചുടിയാരൊക്കെ ബെസ്റ്റാ. ഈ ഒരു പാടേ ഉള്ളൂ. എന്താ പോരെ? അല്ല, അവന്റെ അടിയുടെ ഒരു ഊക്കനുസരിച്ച് ഒരു 5-6 എണ്ണെങ്കിലും കാണണ്ടതാ. കണ്ടാ അത്രയും കാണാത്തതിൽ നിനക്ക് വലിയ വിഷമല്ലയോ? അല്ല സർ, ഒരെണ്ണമെങ്കിലും കണ്ടല്ലോ എന്നുള്ള സന്തോഷമേ ഉള്ളൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഒരെണ്ണമല്ലേ ഉള്ളൂ എന്നാ. പോയി നീ അങ്ങനെ അധികം ഉദ്ദേശിക്കല്ലേ. ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ പോ. തല്ല് കിട്ടിയതല്ലേ. മിനിസ്റ്റർ അല്പം റിസ്ക് എടുക്കട്ടെ. റിസ്ക് അല്ല പിന്നെ തെറ്റിച്ചേ പറയൂ. ആ യൂത്ത് വിങ്ങിന്റെ വിജയനും പങ്കജാക്ഷനും വന്ന് കാണാൻ നിൽക്കുന്നു. എന്തോന്ന് അടിയുടെ പാടോ? അല്ല സാറിനെ ഒരു ഊത്തിനെ ഇങ്ങോട്ട് കയറ്റി വിടണ്ട. IG പോയോടോ? ഇല്ല, TV ന്യൂസ് കണ്ടോണ്ടിരിക്കുക. ഇപ്പൊ കുറച്ചുകൂടി സ്ലോ മോഷനിലാ കാണിച്ചോണ്ടിരിക്കുന്നത്. അടി കൊണ്ട് സാറിങ്ങനെ പറന്നു വീഴുന്ന. ആ കുന്ത്രാണ്ടോ അടിച്ച് പൊട്ടിക്കണോ? മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി ഓരോരുത്തന്മാര് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. തെണ്ടികള്, പാട്ടികള്. താൻ പൊട്ടിക്കണ്ട, ചെന്ന് ഓഫ് ചെയ്യ്. ചെല്ല്. അവന്മാർക്ക് ചാകരയല്ലേ കിട്ടിയേക്കണത്. ചാകര. അതാരാ? ഹലോ, അതേടാ ഞാൻ തന്നെ. നീ എന്നാ ഈ പറയുന്നത്? മന്ത്രിയാവുമ്പോ അങ്ങനെ ചെളിവാരി അറിയാൻ പലരും കാണും. അസൂയ അല്ലാണ്ടെന്താ? നിന്റെ ചേട്ടനെ കുറിച്ച് നിനക്കറിയാമല്ലേ? തികഞ്ഞ ഒരു ഗാന്ധിയനായ നടേശൻ അങ്ങനെ ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ? എന്താ പറഞ്ഞു TV കണ്ടെന്നോ?
ചുമ്മാ ക്യാമറ ട്രിക്ക്. ആ ശരി. ഓ ഈ ടി വിക്കാരന്മാരെ കൊണ്ട് തോറ്റ്. ലണ്ടനിൽ നിന്ന് ദിനേശനാ. എനിക്ക് മനസ്സിലായി, ലണ്ടനിൽ ഡ്യൂപ്ലിക്കേറ്റ് ദിനേശനല്ലേ? തെറ്റിയല്ലേ? തെറ്റി. ഒരു വാക്ക് നേരെ പറയാൻ അറിഞ്ഞൂടാ. പ്രധാനമന്ത്രിയാവാനാ മോഹം. ഡ്യൂപ്ലിക്കേഷൻ അല്ലടോ, ഡെപ്യൂട്ടേഷൻ. ഉദ്ദേശിച്ചത് അത് തന്നെയാണ്, പക്ഷെ സ്പെല്ലിംഗും തെറ്റിപ്പോയി. എന്തായടോ? കോളേജും ഹോസ്റ്റലും എല്ലാം സെർച്ച് ചെയ്തു സാർ, അവനെ കിട്ടിയിട്ടില്ല. സിറ്റിയിൽ ഇപ്പൊ പോലീസ് തിരയുന്നുണ്ട്. നാട് മുഴുവൻ മിനിസ്റ്ററുടെ പാർട്ടിക്കാർ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുക. കോവളത്ത് 3 ബസ്സുകൾ കല്ലെറിഞ്ഞ് തകർത്തിട്ടുണ്ട്. കൊല്ലത്ത് പോലീസ് ജീപ്പും കത്തിച്ചു. TV ചാനലുകാർ ആ ചെക്കൻ മിനിസ്റ്റർ എടുത്തിട്ട് തല്ലുന്നത് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുക. കരാറ്റെ പഠിച്ചത് കൊണ്ടാണ് അവന് ചാടി വീണ് ചവിട്ടാൻ പറ്റിയത്. ഈ മിനിസ്റ്റർ അല്പ കരാറ്റെ പഠിച്ചിരുന്നെങ്കിൽ അവന്റെ ഇടി കൊണ്ട് തെറിച്ച് വീഴില്ലായിരുന്നു. കുഴപ്പമായോ? ഇപ്പൊ മിനിസ്റ്റർക്ക് എങ്ങനെയുണ്ട് സാർ? കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരാളെയും കാണാൻ കൂട്ടാക്കുന്നില്ല. ഡോക്ടേഴ്സിനെ പോലും അലോ ചെയ്യുന്നില്ല. ആരും വേണ്ടെന്ന് പറയുന്നത്. ആകെ നാണക്കേടായില്ലേ? ആ MLA തങ്കപ്പനും PA കൂടി ആവി പിടിച്ചോണ്ടിരിക്കുക. തന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെന്ന് സമാധാനം എന്താ വെച്ചാ ബോധിപ്പിച്ചോ സാർ. കമ്മീഷണർ സാറേ, ഞങ്ങളുടെ മിനിസ്റ്ററെ തല്ലിയവനെ നിങ്ങൾ പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ പിടിക്കും. അവന്റെ അമ്മയെ മിനിസ്റ്റർ അദ്ദേഹം മാനം കടത്തിന്ന് പറഞ്ഞല്ലേ നടക്കുന്നത്. അമ്മയുടെ മോന്റെ ശവം ഞങ്ങൾ കാണിക്കില്ല. എന്തിനാ സാറേ ഈ തൊപ്പിയും വെച്ചുകൊണ്ട് നടക്കുന്നത്? തൊപ്പിയും വെച്ച് നടക്കുന്നത് തന്റെ നേതാക്കന്മാര് പെണ്ണ് പിടിക്കാനും മറ്റു തെമ്മാടിത്തരത്തിനൊക്കെ പോകുമ്പോ എസ്കോട്ട് പോകാൻ. ഒന്ന് പോടോ. പാർട്ടി ടിക്കറ്റ് തരാം, MLA സ്ഥാനം തരാന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയി. നമുക്ക് ഈ ചുരണ്ടല് തന്നെ മിച്ചം. ഇത്തവണ സ്വർണം ഞാൻ ചുരണ്ടി എടുക്കും. ദാസപ്പൻ വളരെ ബിസിയാണെന്ന് തോന്നുന്നു. ഞാനിത് ചുരണ്ടിക്കൊണ്ടിരിക്കുക. ഖജനാവിന്ന് ആവശ്യത്തിന് ചുരണ്ടുന്നുണ്ടല്ലോ, അത് പോരെ? എന്ത്? അല്ല, സ്വർണത്തം പോലെ ചുരണ്ടുന്ന കാര്യം സാർ ഉദ്ദേശിച്ചത്. 2 ചിഹ്നം കൂടി ഒത്തു വന്നിരുന്നെങ്കിൽ സ്വർണം ഉറപ്പായിരുന്നു. മിനിസ്റ്റർക്ക് ഞവരെ കിഴി, തനിക്ക് സ്വർണ്ണത്തം പോലെ. മിനിസ്റ്ററുടെ അണപ്പില് 2 പോയി കേട്ടത് ശരിയാണോ? അതിന് ഇനി സമയമുണ്ടല്ലോ, താൻ ബേജാറാവണ്ട. മിനിസ്റ്റർ ആ അടിച്ചോ ആഞ്ഞടിച്ചോ, അതിനൊന്നും ഒരു കുറവുമില്ല. ഇടോ, നിങ്ങളെ തൊലിഞ്ഞ സല്യൂട്ടല്ലേ എനിക്ക് വേണ്ടത്. ആ റാസ്കലിനെ പിടിച്ചോ. അവനെ പിടിക്കാൻ വല വീശി കഴിഞ്ഞു. വിരിപ്പോലെ വിരിച്ച് കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങാട് നോക്കണോ, വീശി വലത് ഇങ്ങനെ അങ്ങ് എടുത്തിട്ടുണ്ടല്ല, വാട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ട് വീശണം. അങ്ങനെ വീശിട്ടുണ്ട്. മനസ്സിലായില്ലേ? തന്നെ ഊതിയതാടോ. കർത്താവിനാണോ ചോദിച്ചത്? കർമ്മം മറുപടി പറയണ്ട. മിനിസ്റ്റർ ഭയങ്കര ജോളിയാ. ഇത്രയും വലിയ സന്നാഹങ്ങൾ ഉണ്ടായിട്ടും ഇത്തിരി പോകുന്ന ഒരു പീക്കിരി ചെക്കനെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. കൊമ്പൻ സ്രാവുകൾ എളുപ്പത്തിൽ വലയെ കൊടുക്കും, വരാലുകൾ പിടിതരില്ല, വഴുതി പോകും. പറഞ്ഞ ശരിയല്ലടോ? അനുഭവസ്ഥനായ സാറ് പറയുമ്പോ ഞാൻ എങ്ങനെ എതിര് പറയും? എന്താ പറഞ്ഞ സാറത് ജനറൽ അല്ലാതെ പഴയ മീൻപിടുത്തമല്ല. ഇതും പിന്നല്ലാതെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 24 മണിക്കൂറിനകം ആ തെമ്മാടിയെ പിടിച്ച് തലയടിച്ച് പൊട്ടിച്ചില്ലെങ്കിൽ. ഈ മണിക്കൂറിന്റെ കണക്കൊക്കെ പറഞ്ഞു വരട്ടുന്നത് പഴയ രീതിയാണ് സാർ. പോലീസുകാർ അവരുടെ പണി ചെയ്യുന്നുണ്ട്. ഈ വിളിച്ചു വരുത്തിയ സമയം കൊണ്ട് തന്നെ അന്വേഷണം എത്രയോ മുമ്പോട്ട് പോകുമായിരുന്നു. വിത്ത് യുവർ പെർമിഷൻ സാർ. വിഘ്നേശ്വർ, കം ഓൺ. ഒന്ന് പോടും. ഒരു ഇടിയൻ കർത്ത. എന്തോന്ന് ഇടിയൻ? ഇവൻ ഇടിക്കാൻ പോയിട്ട് ഒരാളെ നുള്ളു പോലും ചെയ്തിട്ടില്ല. പിന്നെ ആരിവൻ ഈ പേരിട്ടത്? അതറിയത്തില്ലേ? ഇവന്റെ അച്ഛന്റെ പേര് ഇടിയൻ പാക്കരൻ, ഇവന്റെ അപ്പൂപ്പന്റെ പേര് ഇടിയൻ ചങ്കരൻ. അപ്പൊ കുടുംബം മുഴുവൻ പോലീസാ? എവിടെ പോലീസ്? അയ്യോ, അവലിടിയല്ലേ ഇവരുടെ കുലത്തൊഴില്. അതിലിളയവന്റെ പേര് ഇടിയൻ കർത്ത. അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇവനെയൊക്കെ സർവീസിന്ന് ടെർമിനേറ്റ് ചെയ്യണം. തെറ്റിയല്ലേ? കറക്റ്റാണോ? ദൈവമേ, ഇന്ന് ഇടിവെട്ടി മഴ പെയ്യും. എന്നാ കടലിൽ മീൻ പിടിക്കാൻ പോണവരോട് സൂക്ഷിച്ചോളൊന്ന് മൊബൈലിൽ വിളിച്ച് പറയട്ടാ. രമേശ് ഞങ്ങളുടെ കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡന്റാ. മാത്രമല്ല ഞങ്ങളുടെ ഒക്കെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാ. ഹീസ് നോട്ട് എ ക്രിമിനൽ. പറ. അയ്യോ, മുത്തച്ഛൻ എന്തായി പറയുന്നേ? രമേശ് എവിടെയാന്ന് ഞങ്ങൾക്കറിയില്ല. പോലീസ് വന്നപ്പോ കോളേജിൽ നിന്ന് മിസ്സിംഗ് ആയതാ. പേടിച്ചിട്ട് എവിടെയെങ്കിലും ഹൈഡ് ചെയ്തതായിരിക്കും. പ്രശ്നം ഒന്ന് കോംപ്രമൈസ് ആയ അയാള് പുറത്തു വരുമെന്ന ഞങ്ങളുടെ വിശ്വാസം. മാത്രമല്ല പോലീസുകാരുടെ കൈ കിട്ടിയ അയാളുടെ പൊടി പോലും വെച്ചേക്കില്ല മുത്തശ്ശ. ശരി, താങ്ക് യു മുത്തശ്ശ. എന്തായി? നടേശൻ അങ്കിളുമായിട്ട് സംസാരിച്ചിട്ട് എന്നെ തിരിച്ചു വിളിക്കാമെന്ന മുത്തശ്ശൻ പറഞ്ഞത്. ആ വേഷം മാറുണ്ടായിരുന്നു. വിഗും വെച്ച് വേഷം കെട്ടി എത്ര നേരം വെച്ചണ്ടാ? തലയും ദേഹമൊക്കെ ചൊറിയുന്നു. പെൺവേഷത്തിലായിരുന്നെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് വന്നാ എന്തെങ്കിലും കള്ളം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. വാതിൽ കുറ്റിയിട്ടിട്ടില്ല. വേഗം ചെന്ന് കുറ്റിയിടും.
എന്താ രണ്ടുപേരുടെ മുഖത്തൊരു പരിഭ്രമം? അങ്ങനൊന്നുമില്ല മാഡം, ഞങ്ങൾ രണ്ടുപേരും സീരിയസ് ആയിട്ട് ഒരു മാറ്റർ സംസാരിക്കായിരുന്നു. അല്ല, ഇനി ആ ഇടിയാൻ കർത്താവ് പറഞ്ഞ പോലെ ആ ചെറുക്കനെ ഞാൻ ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഞങ്ങളോ? മാഡത്തിന് ഞങ്ങളെ വിശ്വാസമല്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ കാര്യല്ലേ. അപ്പൊ മാഡത്തിന് ഞങ്ങളെ സംശയമുണ്ട്. എങ്കിൽ മാഡം ഞങ്ങളുടെ റൂം എല്ലാം ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തേ പറ്റൂ. വേണ്ട വേണ്ട, ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ മേരി പയസിന്റെ കണ്ണു വെട്ടിച്ച് ഒരു പൂച്ച കുഞ്ഞിനെ പോലും ഈ ഹോസ്റ്റലിനകത്ത് ഒളിപ്പിച്ചു വെക്കാൻ ധൈര്യമുള്ള ഒറ്റ അവളുമാരും ഇന്നോളം ജനിച്ചിട്ടില്ല. ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്. അത് ശരിയാ. ആ, നിങ്ങളോട് പറയാൻ വന്ന കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ മാഡം? ആ രമേശിന്റെ വീടിന് നേരെ നടേശ മിനിസ്റ്റർ പാർട്ടിക്കാര് കല്ലെറിയുകയും അവന്റെ അമ്മയെ കുറെ ചീത്ത വിളിക്കുകയും ചെയ്തു അത്രേ. അവരെ ഇപ്പൊ BP കൂടി സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. മാഡം ഇതെങ്ങനെ അറിഞ്ഞു? TV ന്യൂസിൽ പറഞ്ഞതാ. ഓർത്താ വലിയ കഷ്ടം അവരുടെ കാര്യം. പ്രസാദ് കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാ എന്തൊരു വലിയ കമ്പനിയായിരുന്നു. ബെൻസ് കാറും കൊട്ടാരം പോലത്തെ വീടും ഒക്കെ ഉണ്ടായിരുന്നവരാ. പക്ഷെ ആരും അങ്ങനെ ബിസിനസ്സിൽ ചതിച്ചു. അവസാനം കടം കയറി കേസും ജപ്തിയൊക്കെ ആയപ്പോ പാവം സൂയിസൈഡ് ചെയ്തു. ഏതായാലും ആ TV ന്യൂസ് കേട്ടത് പിന്നെ ആകെ ടെൻഷനായി. ഇന്നിനിപ്പോ കിടന്നുറങ്ങാൻ പറ്റും തോന്നുന്നില്ല. നിങ്ങൾ കിടന്നോ? മാതാവേ, ഇന്നിനി 2 സ്മോൾ അടിക്കാതെ കിടന്നുറങ്ങാൻ പറ്റില്ല. എനിക്ക് എന്റെ അമ്മ ഉടനെ കാണണം. ദയവേദി നിങ്ങൾ എന്നെ സഹായിക്കണം. മുത്തച്ഛൻ ആ മിനിസ്റ്ററുമായി സംസാരിച്ചിട്ട് ഉടനെ തിരിച്ചു വിളിക്കാമെന്ന് എന്നോട് പറഞ്ഞത്. എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് നമുക്ക് പോകാം. ശരിയാ, ഇപ്പൊ സിറ്റിയിലേക്ക് ഇറങ്ങുന്ന റിസ്ക്. എന്നെ പോലീസ് പിടിച്ചോട്ടെ, പക്ഷെ എനിക്ക് എന്റെ അമ്മയെ കണ്ടേ പറ്റൂ. രമേശ്, ഡോണ്ട് ബി സിലി. പോലീസിന്റെ കയ്യിലെങ്ങാനും നിന്നെ കിട്ടിയാലുള്ള അവസ്ഥ അറിയാലോ. എന്തായി മുത്തച്ഛ? ഹേയ്, ഒരു രക്ഷയില്ല മോളൂ. അവൻ അവന്റെ ബംഗ്ലാവിൽ ഒഴിച്ചിലും പിടിച്ചിലുമായിട്ടൊക്കെ ഇരിക്കുക. ആ ചെക്കനെ കയ്യിൽ കിട്ടിയാൽ ഒന്നുകിൽ പോലീസുകാർ കൊല്ലും, അല്ലെങ്കിൽ പാർട്ടിക്കാർ കൊല്ലും എന്ന അവസ്ഥയാ. മുത്തച്ഛൻ പറഞ്ഞ നടീശനങ്ങൾ കേക്കില്ലേ? ഇല്ല, ഒരു കോംപ്രമൈസിനും അവൻ വഴങ്ങുന്നില്ല. അവനെ സ്റ്റേജിലിട്ട് ഫുട്ബോൾ പോലെ തട്ടുന്ന TV-ക്കാരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കല്ലേ. അത് കണ്ടിട്ടാ പാർട്ടിക്കാർ ഇളകുന്നത്. ആ, കൊണ്ടുവന്ന ഞാനാണെങ്കിലും അവനിപ്പം മറ്റവന്മാരുടെ കൂട്ടുകക്ഷിയല്ലേ. ആരായിരിക്കും ഈ രാത്രിയില്? എന്നാ മക്കളെ? എന്റെ പിതാവെ, ഞാൻ എന്താ ഈ കാണുന്നത്? ആരെങ്കിലും കാണും. വേഗം കേറാത്തേക്ക് കേറിക്കോട്ടെ. എന്റെ കർത്താവെ, ഇനി ഞാൻ ഇവനെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? രമേശ് ഞങ്ങളുടെ മുറിയിലാ ഉണ്ടായിരുന്നത്. എന്നു മുതൽ? മിനിസ്റ്റർ കോളേജിൽ വെച്ച് തല്ലിയ അന്ന് മുതൽ. മേരി പൈസും കൂടെ അറിഞ്ഞുകൊണ്ടാണോ? മേരി മാഡത്തിന് അറിയില്ല. മറ്റു പിള്ളേർക്കോ? ഞങ്ങളുടെ ഫ്രണ്ട്സില് 1-2 പേർക്ക് മാത്രം. പോലീസ് വന്ന് പോയേ പിന്നെ ബാക്കിയുള്ളവരാരും പേടിച്ചിട്ട് ഞങ്ങളുടെ റൂമിന്റെ പരിസരത്ത് പോലും വരാറില്ല. നിങ്ങളെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എനിക്ക് എന്റെ അമ്മ ഒന്ന് കാണണം. നീ അങ്ങോട്ട് പോകുന്ന റിസ്കാ. നേരം വെളുക്കട്ടെ, ഞാൻ അങ്ങോട്ട് എന്ന് പറയാം. നന്ദിനി ഇങ്ങോട്ട് വരുത്താം. അമ്മയെ കണ്ടിട്ട് നാളെ കോടതിയിൽ സറണ്ടർ ആവുന്നതാണ് നല്ലത്. ഹലോ, അതെയോ? മൈ ഗോഡ്, നിങ്ങളെ അന്വേഷിച്ച് ഇപ്പോഴും പോലീസ് ഹോസ്റ്റലിൽ ചെന്നു. എന്താ ജൂലി, എന്ത് പറ്റി? ഒന്നുമില്ല ഫാദർ, ഞാൻ ഇവളെയും കൂട്ടിയിട്ട് മുത്തച്ഛന്റെ വീട്ടിലേക്ക് പോയിക്കോളാം. ഒന്ന് പോടാപ്പാ, ഇപ്പോഴവന്റെ ഒരു സ്തുതി. രമേശ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ നന്ദിനി പൊട്ടി ഒരൊറ്റ കരച്ചിലായി. അയ്യോ, എന്നാ പിന്നെ കാറി കയറ്റിങ് കൊണ്ടുപോരാൻ മേലായിരുന്നോ? അത് അപകടമാ. പോലീസുകാർ മണപ്പിച്ച് നടക്കുന്നുണ്ട്. അന്ന് തന്നെ നന്ദിനി എന്നെ കാണാൻ കോളേജിൽ വന്നപ്പോ ആ കമ്മീഷണർക്കാർത്ത പുറകെ വന്നതാ. ആ, രമേശ് എന്തി? അവൻ കാപ്പ് കുടിച്ചോ? എത്ര പറഞ്ഞിട്ടും കഴിക്കുന്നില്ല. അമ്മയെ കാണാനുള്ള വെപ്രാളത്തിൽ ഇരിക്കുക. രമേശ, നീ ഇവിടെ വന്ന് നിൽക്കുവാണോ? എന്താ ഒന്നും കഴിക്കാത്തത്? അമ്മോട് വന്നിട്ട് കഴിക്കാം. എന്നാ ശരി, നന്ദിനി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ആ, ദേ വന്നല്ലോ.
ചെല്ലേ. എന്റെ കർത്താവ്, അപ്പൊ നീ ഇവിടെയായിരുന്നു ദൈവമേ, എന്തായി കാണിക്കുന്നത്? അവനെ ഒന്നും ചെയ്യരുത്, മിണ്ടി പോകരുത്. കൊലപ്പുള്ളി ഒളിപ്പിച്ച് താമസിപ്പിച്ച് താൻ ഞങ്ങളുടെ മുന്നിൽ പുണ്യാളം കളിക്കായിരുന്നു അല്ലേ? അല്ല സാർ, ഞങ്ങൾക്ക് ഇനി ഒരു പങ്കുമില്ല. ഈ കൊച്ചിന് ഇന്നലെ രാത്രി ഇവിടെ വന്ന് കയറിയത്. വന്ന് കയറാൻ ഇവൻ എന്താ പൂച്ചക്കുറ്റം? ഇവള് പറഞ്ഞത് നേരാണ് സാർ. വേണ്ട വേണ്ട, വീണ്ടെടുത്ത് ഉരുളണ്ട. താൻ പറഞ്ഞത് മുഴുവൻ കണ്ണടച്ച് വിഴുങ്ങാൻ ഞാൻ കണാരം കർത്തയല്ല. അലക്സ് പോള, ഡിവൈഎസ്പി അലക്സ് പോൾ. ദൈവം സാക്ഷിയായി പറയാണ് സാർ. ഇവന്റെ അമ്മയൊന്ന് കാണിച്ചിട്ട് കോടതിയിൽ ഹാജരാക്കാൻ ഇരിക്കുമായിരുന്നു ഞാൻ. അമ്മയെ മാത്രമല്ല അച്ഛനെ കാണിച്ചു കൊടുക്കാം. ഭാർഗവ പിടിച്ച് കേഞ്ചവനെ ജീപ്പിൽ നടക്കണം. എന്താ ഇത്? ഒരു വൈദികനോട് ഇങ്ങനെ? നാളെ പള്ളിയിൽ കുർബാനയല്ലാണ്ട് ഞാനാ സഭാതർക്കത്തിന്റെ ഒത്തുതീർപ്പ് കളക്ടർ എടുത്ത തീരുമാനാ. കുർബാനൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചൊല്ലാം. കർത്താവേ, ലൂസിയമ്മേ, നീ തിരുമേനി വിളിച്ച് വിവരറിയിക്കേ. ഹലോ ഈശ്വര, എപ്പോ? ഇല്ല, മുത്തശ്ശൻ ഇവിടെ ഇല്ല. ആരാ? ലൂസി അമ്മച്ചിയാ. രമേഷിനെയും പ്രിൻസിപ്പൽ അച്ഛനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാൻ കാരണോ രമേഷിന്? ഞാൻ കാരണോ? എന്റെ ലോഹി അഴിച്ച് എന്താ ഈ കാണിക്കുന്നേ? അവനെ ഇനി തല്ലരുത്, അവനെ ഒന്നും ചെയ്യരുത് സാർ. നിങ്ങൾക്ക് ഭ്രാന്താണോ? മര്യാദക്ക് സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ നിന്റെ ഒന്ന് ശവം പോലും വെളിയെ കാണില്ല. എന്തായി കാണിക്കുന്നത്? ചെയ്യാത്ത കുറ്റം തല്ലി പറയുക. മറ്റേ സഭയുടെ ആളാണല്ലേ? സഭയും പട്ടക്കാരൊക്കെ അങ്ങ് പള്ളിയില്. സാർ, ഇങ്ങനെ ജാമ്യത്തിലെടുക്കാൻ തിരുവേനി വക്കീൽ വന്നിട്ടുണ്ട്.